ദേവി, എൻ്റെ ഇഷ്ടത്തിന് ദേവിയുടെ അനുമതി വേണം. ദേവകുട്ടിയെ ഞാൻ സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് അവിടുത്തെ നിശ്ചയമാണ്. അവൾ എൻ്റെ മുന്നിലെത്തിയത് ദേവിയുടെ നിശ്ചയമാണെങ്കിൽ അവളെ ഞാൻ സ്വീകരിക്കണോ എന്നതും ദേവി തന്നെ നിശ്ചയിക്കണം. നമസ്കാരം. വീണ്ടും വന്നു അല്ലേ? അതെ, അമ്മ വിളിച്ചു. അമ്മ വിളിച്ചാൽ ആരായാലും വരും, വന്നല്ലേ പറ്റൂ. പക്ഷെ വിളിച്ചത് അമ്മ മാത്രമല്ല അല്ലേ? മറ്റാരോ കൂടി മനസ്സിലിരുന്ന് ഇങ്ങോട്ട് വരൂ എന്ന് വിളിക്കുന്നില്ലേ? സത്യത്തിൽ വിദ്യാമ്മയെ കണ്ട് സംസാരിക്കണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ ഈ സങ്കടത്തിന് പരിഹാരം പറയാൻ കഴിയുന്നത് വിദ്യാമ്മയ്ക്കാണ്. എന്താണ് ധർമ്മസങ്കടം? കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാനിവിടെ വന്നത്. അത് മിക്കതും മറക്കാൻ എനിക്ക് സാധിച്ചു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആ ഓർമ്മകൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് വിദ്യാമ്മേ. അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുമുണ്ട്. ഇരിക്കൂ. സന്ദീപ് സതീദേവിയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ശിവഭഗവാന്റെ പ്രിയ പത്നി, പിതാവായ ദക്ഷപ്രജാപതിയുടെ യാഗശാലയിൽ മരണം വരിച്ച ദേവി. അതെ, പിതാവിന്റെ അവഗണനയിൽ മനം നൊന്ത് സതീദേവി മരണം വരിച്ചു. മരണശേഷവും സതീദേവിയെ മറക്കാനോ എന്തിന് ആ ശരീരം പോലും വിട്ടുപിരിയാനോ ശിവഭഗവാന് സാധിച്ചില്ല. സതീദേവിയുടെ ശരീരവും പേറി ഭഗവാൻ ഒരുപാട് അലഞ്ഞു. എന്നാൽ സതിയെ മറന്ന് ഭഗവാൻ പുതിയ വധുവിനെ സ്വീകരിക്കേണ്ടതും ആ വിവാഹത്തിൽ പുത്രൻ ജനിക്കേണ്ടതും പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമായിരുന്നു. അതൊരു ദേവകാര്യം. ആ ദേവകാര്യം മനസ്സിലാക്കിയ ശിവഭഗവാൻ സതീദേവിയുടെ വിലപ്പെട്ട സ്മൃതികൾ ഉപേക്ഷിച്ച് ആ ദുഃഖം മറന്ന് പാർവതീദേവിയെ വധുവായും പാതി ശരീരമായും സ്വീകരിച്ചു. അത് മഹാകാര്യം, മഹാദേവനായ ശിവന്റെ കാര്യം. ഭഗവാനുമായി താരതമ്യപ്പെടുത്തുമ്പോ നിസ്സാരക്കാരാണ് മനുഷ്യർ. പക്ഷേ അവർക്കും ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ സന്ദീപിനും ഉണ്ട് അതുപോലുള്ള ചുമതലകൾ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറക്കുക, അതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ തന്നെ ഉപേക്ഷിക്കുക. അറിയാനായിട്ട് പുതിയ സത്യങ്ങളുണ്ട്, സ്വീകരിക്കാനായിട്ട് പുതിയ അനുഭവങ്ങളും. അതൊക്കെ അറിയണം, സ്വീകരിക്കണം. ശരിയാണ്. ഞാൻ കേൾക്കാൻ കൊതിച്ചതാ വിദ്യാമ്മ പറഞ്ഞു തന്നത്. എനിക്കിപ്പോ എന്റെ വഴി തെളിഞ്ഞു കാണാം വിദ്യാമ്മ. ഒരാശങ്കയുമില്ലാതെ ഞാനത് അവരോട് തുറന്നു പറയും. ഇന്ന് അവിടെ പോയിട്ട് എനിക്കത് പറയാനായില്ല. പക്ഷേ നാളെ ഞാൻ തുറന്നു പറയും, വ്യക്തമായി പറയും. മനസ്സ് തുറക്കാനും ഒരു താക്കോല് വേണം. ഭക്തിയുള്ളവൻ ആ താക്കോല് വഴിയിൽ നിന്നാണെങ്കിലും കിട്ടും.